സൂവിൽ നമ്മൾ പോകും. എന്തിനാ? മൃഗങ്ങൾ കൂട്ടി കിടക്കുന്നുണ്ട്, കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ അവിടെ ഇങ്ങനെ ആ കൂട്ടിൽ ഇങ്ങനെ കണ്ട് നിങ്ങൾ പോകും വേണ്ടി ഒരു കൂട്ടിനകത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നു, ഒരു നീഗ്രോ കിടക്കുന്നു. അണ്ട് പറയാണ് ഇത് മിസ്സിംഗ് ലിങ്ക്, ഡാർവിന്റെ മിസ്സിംഗ് ലിങ്ക് ആയി കിടക്കുന്നതെന്ന്. വെള്ളക്കാരില്ലാത്തവരെ പൂർണ്ണമായും പരിണമിച്ചിട്ടില്ലാത്ത മനുഷ്യരായി, അഥവാ മൃഗങ്ങളിൽ നിന്ന് ഉയർന്നതും മനുഷ്യരിൽ നിന്ന് താഴ്ന്നതുമായ ഒരു പ്രത്യേക വിഭാഗമായിട്ട് ഇവർ പരിഗണിച്ചിരുന്നു. ഇത് ഡാർവിൻ പറഞ്ഞ ഈ മിസ്സിംഗ് ലിങ്ക് ആണെന്ന് ഇവർ വിശ്വസിച്ചിരുന്നത്. ഈ ആഫ്രിക്കയിലൊക്കെയുള്ള ആളുകൾ, അതുപോലെ ആസ്ട്രേലിയയിലും പിന്നെ ഏഷ്യയിലുമൊക്കെയുള്ള ഈ ആദിമ നിവാസികളെ ഇവർ പരിഗണിച്ചിരുന്നത് മിസ്സിംഗ് ലിങ്ക് ആയിട്ടാണ്. അതിന്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? ഇത് കുറച്ച് നമ്മൾ കണ്ടു, ഇവരൊക്കെ കൊന്ന് ഇവരെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനേക്കാളും മോശമായിട്ടുള്ള വേറൊരു കാര്യം ചെയ്തിരുന്നു. ഈ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഹ്യൂമൻ സൂ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഹ്യൂമൻ സൂ, അതായത് നമ്മളിന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് മൃഗശാലയുണ്ട്. സൂവിൽ നമ്മൾ പോകും. എന്തിനാ? മൃഗങ്ങൾ കൂട്ടി കിടക്കുന്നുണ്ട്, കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ അവിടെ ഇങ്ങനെ ആ കൂട്ടിൽ ഇങ്ങനെ കണ്ട് നിങ്ങൾ പോകും വേണ്ടി ഒരു കൂട്ടിനകത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നു, ഒരു നീഗ്രോ കിടക്കുന്നു. അണ്ട് പറയാണ് ഇത് മിസ്സിംഗ് ലിങ്ക്, ഡാർവിന്റെ മിസ്സിംഗ് ലിങ്ക് ആയി കിടക്കുന്നതെന്ന്. എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. ഹ്യൂമൻ സൂ എന്ന് പറയുന്ന സംഗതി ഇവര് ചെയ്തിരുന്നു. നമുക്ക് ഓരോ നോക്കാം, ചില കാര്യങ്ങൾ. ഇത് 1958 ആലോചിച്ച് നോക്കണം. ബെൽജിയത്തിൽ കേവലം 61 കൊല്ലം മുമ്പ് യൂറോപ്പിൽ ഹ്യൂമൻ സൂ ഉണ്ടായിരുന്നു. ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത്. 1958 ബെൽജിയത്തിൽ ആ കുഞ്ഞ് കണ്ടോ? ആ കുഞ്ഞിന് നമ്മളൊക്കെ മൃഗശാല കാണാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കരുത്, എന്നാലും നമ്മൾ കൊടുക്കും. അതുപോലെ കുരങ്ങുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് പോലെ ബനാന കൊടുക്കുകയാണ് ആ കുഞ്ഞിന്. ആലോചിച്ച് നോക്ക്. ഇനി അടുത്തത്, ഇത് അമേരിക്കയിലുണ്ടായിരുന്ന ഹ്യൂമൻ സൂ ആണ്. ഇവര് ഏഷ്യക്കാരാ, ഫിലിപ്പീൻസിൽ ആദിമ നിവാസികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇട്ടതാ. അടുത്തത്, ഇതും അങ്ങനെ തന്നെ ഹ്യൂമൻ സൂ യൂറോപ്പിലുണ്ടായിരുന്നതാണ്. അതിന് ആ കാലത്തെ ഫോട്ടോ ആണ്. അടുത്തത്, ഇതും അത് തന്നെയാണ്. കണ്ട കമ്പിവേലിക്കകത്ത്. ഇത് ഓട്ടാബേങ്ക എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം കേവലം ഇദ്ദേഹം ഒരു പിഗ്മിയാണ്. ആ കുരങ്ങിനൊക്കെ എടുത്ത് കൂടെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുത്തൊന്നും വെറുതെ ഒന്നുമല്ല. ഇത് പരിണാമത്തിന്റെ ഇത് നമ്മുടെ ഉള്ളിൽ വരാനാണ്. നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെ അത് ചെയ്തിരിക്കുന്നവർ. ഈ ഓട്ടാബേങ്കയാണ് ആദ്യമായിട്ട് ഈ അമേരിക്കയിൽ എത്തുന്ന പിഗ്മി വർഗത്തിൽപ്പെട്ട ആള്. ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഹ്യൂമൻ സൂവിലിട്ടു. ഈ ഓട്ടോബാങ്കയുടെ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് 22-23 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം വിവാഹിതൻ, 2 കുഞ്ഞുങ്ങളുടെ പിതാവുമാണ്. ആ സമയത്താണ് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്, ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇടുന്നത്. ഇദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓട്ടോബാങ്കയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഹ്യൂമൻ സൂവിനെ കുറിച്ച് ഫോർഗോട്ടൺ അമേരിക്കൻ ഹിസ്റ്ററി ഓഫ് സയന്റിഫിക് റേസിസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂട്യൂബിൽ അതിന്റെ പേര്. നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് കിട്ടും. 55 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ കാണണം. കണ്ണ് അറിയാതെ കണ്ടു തീർക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഡോക്യുമെൻ്ററിയാണത്. ആലോചിച്ച് നോക്കണം. യൂറോപ്പിലും അമേരിക്കയിലുള്ള മനുഷ്യർക്ക് കാണാൻ വേണ്ടി, അവരുടെ മുമ്പാകെ പ്രദർശന വസ്തുവാക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെയൊക്കെ കിടക്കുന്ന മനുഷ്യരെ, ആഫ്രിക്കയിൽ നിന്ന് മാത്രമല്ല, ജപ്പാനിലുള്ള ആദിമ നിവാസികളെ കൊണ്ടുപോയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും കൊണ്ടുപോയിട്ട് അവിടെ മൃഗശാലയിലിട്ട്. ഈ പരിണാമ സിദ്ധാന്തം അതിന് കാരണം. ഡാർവിന്റെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നിനെയും പിടിച്ചുകൊണ്ട് പോയത്. യൂറോപ്യന്മാർ ഇങ്ങനെ കാണാൻ വരികയാണ്. കാരണം ഈ പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവർ ആ കാലഘട്ടത്തിൽ. ഇന്ന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് അവർക്ക് മനസ്സിലായി ഇത് പൊട്ടത്തരമാണ്. പക്ഷെ അന്ന് ഇത് ശരിയാണെന്ന് വിശ്വാസത്തിൽ നടക്കുക. അപ്പം അങ്ങനെ ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സാധനത്തിനും കിട്ടുമ്പോൾ ഇത് മിസ്സിംഗ് ലിങ്ക് കാണാം, മിസ്സിംഗ് ലിങ്കിനെ കാണാം എന്നും പറഞ്ഞ് ഓടി വരിക. ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ മറുവശം കാണണം. ഇവര് ഈ പരിണാമവാദികൾ കാട്ടിനകത്തേക്ക് പോയത്, ആഫ്രിക്കയിലാകട്ടെ ഏഷ്യയിലെ എവിടെയാകട്ടെ, കാട്ടിനകത്തേക്കൊക്കെ ഇവർ പോയത് മിസ്സിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവയെ കണ്ടുപിടിച്ച് അവിടെ പ്രദർശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവയെ കൊന്ന് ഇവയുടെ ചർമ്മം, എല്ല്, തലയോട്ടി ഇതൊക്കെ എടുത്ത് പരിശോധിക്കാനൊക്കെ, തലച്ചോറൊക്കെ എടുത്ത് പരിശോധിക്കാനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവരവിടെ നിന്ന് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ അവർ കപ്പൽ കയറുന്ന സമയത്ത് തന്നെ വേറൊരു കൂട്ടരും കൂടി കപ്പൽ കയറിയിട്ടുണ്ട്. ഈ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ക്രൈസ്തവ മിഷണറിമാർ. അവർ കപ്പൽ കയറിനേക്കാളും മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കയറിയിട്ടുണ്ട്. ഇവിടെയുള്ളവരെ മനുഷ്യരായി കണ്ടിട്ടാണ് അവർ വന്നത്. അത് നമ്മൾ ഓർക്കണം. ഇവിടെ ഉള്ളവര് മനുഷ്യരാണെന്ന് കരുതിയിട്ടാണ് അവർ വന്നത്, അല്ലാതെ മൃഗമാണെന്ന് കരുതിയിട്ടൊന്നുമല്ല. അവർ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതരായിട്ട് വന്നവരാ. ഇവിടെയുള്ള ജനങ്ങളെ ഇവരെ സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിലേക്ക് വരുത്തുക, ആത്മരക്ഷ, അത് മാത്രമല്ല ഇവരുടെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്.